VS-ന്റെ ഉയർച്ച താഴ്ചകളിൽ എന്നും ഒപ്പം നിന്നവരാണ് നീലേശ്വരത്തെ VS ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾ. 2006-ലും 2011-ലും VS-ന് സീറ്റ് നിഷേധിച്ചപ്പോൾ ആദ്യം ശബ്ദമുയർന്നത് നീലേശ്വരത്തെ VS ഓട്ടോ സ്റ്റാൻഡിൽ നിന്നാണ്. നമ്മളിപ്പോൾ ഉള്ളത് VS ഓട്ടോ സ്റ്റാൻഡിലാണ് നീലേശ്വരത്തെ. നമുക്കവിടെ ഫ്ലെക്സ് ബോർഡ് കാണാം. ചരിത്രം നിശ്ചലം, വിപ്ലവ തീപ്പന്തമണഞ്ഞു, VS-ന് റെഡ് സല്യൂട്ട്. ഇതാണ് VS ഓട്ടോ സ്റ്റാൻഡിൽ ഉയർന്നിരിക്കുന്ന അവസാനത്തെ ഫ്ലെക്സ്. എന്നാലും നമ്മോടൊപ്പം ആ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾ തന്നെ ചേരുന്നു. അന്ന് VS-നൊപ്പം അടിയുറച്ചു നിന്ന ആ ആളുകൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? VS ഇപ്പോൾ ഇനിയില്ല. എങ്ങനെയാണ് VS നമ്മളെ വിട്ടുപോയിട്ട് ഏതാനും മണിക്കൂറായി. VS നമ്മളൊരു ഓർമ്മയാണ്. VS-നെ വിട്ട് VS നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. VS-നെ ഒരിക്കലും നമ്മൾ മരിക്കുന്നവരെ VS-നെ ഓർത്ത് വെക്കുന്നത് തീരാ നഷ്ടമാണ്. ചരിത്രപുരുഷന് തീരാ നഷ്ടമായി പോയിട്ട്. ഈ VS കാസർഗോഡ് ജില്ലയിൽ എപ്പോൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നീലേശ്വരം എത്തണം എന്നൊരാഗ്രഹം എപ്പോഴും ഉണ്ടാവായിരുന്നു. അതെങ്ങനെയാണ്? നീലേശ്വരത്തെ ഓട്ടോ തൊഴിലാളികൾ ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങളിൽ ഒരു കാലത്ത് VS-നെ കാണാൻ തിരുവനന്തപുരത്ത് പോയിരുന്നു. ആ VS നീലേശ്വരത്ത് വന്നപ്പോൾ അയാൾക്ക് ഒരു ആവേശമായിരുന്നു. ഞങ്ങളൊരു കാലഘട്ടത്തിൽ VS-നെ കാണാൻ വേണ്ടി പോയ സമയത്ത് അയാൾ ഉറക്കമായിരുന്നു. അപ്പോൾ നീലേശ്വരത്ത് വന്നപ്പോൾ സുരേഷേട്ടൻ പോയിട്ട് വിളിച്ചപാട് അയാൾ എണിച്ച് വന്നു നമ്മളൊപ്പം നിന്ന് ഫോട്ടോയിലെടുത്തിരുന്നു. അപ്പോൾ VS നീലേശ്വരം എന്ന് പറയുമ്പോൾ അയാൾക്കൊരു വേറൊരു വികാരമായിരുന്നു. അപ്പോൾ VS നമുക്ക് നഷ്ടപ്പെട്ടത് തീരാ നഷ്ടമാണ്. ഇനി ഇങ്ങനത്തെ ഒരു നേതാവ് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവില്ല. അത് ഭയങ്കര തീരാ നഷ്ടമായി മാറുകയാണ്. കേരളത്തിലെ VS എന്നൊരു രണ്ടക്ഷരം തന്നെ നമുക്കൊരു ആവേശം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൂർണ്ണമായിട്ട് ലഹരി ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പക്ഷേ എങ്കിലും VS എന്ന ഒരു ലഹരി, ഒരു രണ്ടക്ഷരം ഒരു ലഹരി തന്നെയാണ്. അത് യുവത്വത്തിനുള്ളൊരു ഉത്തേജനം കൂടിയാണ്. അപ്പം അദ്ദേഹം ഇല്ലാത്തൊരു കേരളം എന്ന് പറയുന്നത് തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ തന്നെയാണ്. VS-നെ സീറ്റ് നിഷേധിച്ചപ്പോൾ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. അത് പാർട്ടി നടപടികൾ പോലും അതിലൊക്കെയാണ് മുന്നോട്ട് വന്നത്. ആ ഒരു കാലഘട്ടത്തെ ആ ഒരു സമയത്ത് എങ്ങനെ ഈ സമയം? അതെ, ആ സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ സമയത്ത് തന്നെ വൈകാരികമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞ സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ചാക്കിൽ കെട്ടിക്കൊണ്ട് ഉപേക്ഷിക്കാൻ കൊണ്ടുപോയ സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ജീവിച്ചു വന്നു. രണ്ടാം ജന്മത്തിലൂടെയാണ് അദ്ദേഹം ഇതിലേക്ക് കയറി വന്നതും അശരണർക്കും ഇങ്ങനെ എന്താ പറയുക വയോജനങ്ങൾക്കും എല്ലാം ഒരു താങ്ങായിട്ട്. കാരണം നിരാലംബരായ സ്ത്രീകൾക്കടക്കം താങ്ങായി നിൽക്കുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ചിട്ട് ഇനി നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. കാരണം അത് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുക, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് തന്നെയാണ് നമ്മൾക്കൊക്കെ കിട്ടിയ ഒരു മഹാഭാഗ്യം എന്ന് പറയാം. 100-ാം പെരുന്നാൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. മധുരം ലഡു എല്ലാം നൽകിക്കൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ ഇവിടെ അല്ലേ. അത് ഇനി നമുക്കൊരു ആഘോഷമില്ല. മരിച്ചുപോയി പറയുമ്പോൾ തീരാ നഷ്ടം തന്നെയാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഇതിന് മറക്കൂല VS-നെ. ഈ VS ഓട്ടോ സ്റ്റാൻഡ് അങ്ങനൊരു പേര് തന്നെ ആദ്യം തന്നെ കേരളത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു VS-ൻ്റെ പേരിലൊരു സ്റ്റാൻഡ്. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് VS-നെ കുറിച്ച് VS-ന് ഓട്ടോ സ്റ്റാൻഡ് ഒന്ന് പേരിടാൻ വേണ്ടത് എല്ലാ ഓട്ടോ തൊഴിലാളികളോട് പറഞ്ഞു. 10-100 തൊഴിലാളികളുടെ ഈ ഓട്ടോ സ്റ്റാൻഡിലുണ്ട്. അപ്പോൾ നമുക്കൊരു ഓട്ടോ സ്റ്റാൻഡിൻ്റെ പേര് അതിങ്ങനെ ആദർശമായിട്ട് വന്ന പേരാണത് VS ഓട്ടോ സ്റ്റാൻഡ്. കാരണം പ്രകടനത്തിന് മുമ്പിൽ ഓട്ടോ തൊഴിലാളികൾ ഉണ്ടാകുമ്പം ആ സ്റ്റാൻഡിൽ ഒരു ബോർഡ് വെച്ചു. പിന്നെ അത് VS ഓട്ടോ സ്റ്റാൻഡായി മാറുകയായിരുന്നു. ഇപ്പം എവിടെ പോയാൽ VS ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോ തൊഴിലാളികൾ എന്നാൽ നമുക്കൊരു പ്രാധാന്യമുണ്ട്, മുൻഗണനയുണ്ട്. അത് നമുക്കൊരു ഇതാണ് ഹൃദയത്തിലൊരു എല്ലാവരും നമ്മളെ സ്വീകരിക്കുന്ന ഒരു മാതൃക. എന്തായാലും ഈ VS ഇനിയില്ല. പക്ഷേ ഇവരുടെ മനസ്സുകളിലൊക്കെ ഇവരുടെ മരണം വരെ VS എന്ന ആ രണ്ടക്ഷരം ഇവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്രത്തോളം വൈകാരികമായൊരു ബന്ധമാണ് VS-ഉം നീലേശ്വരത്തെ VS ഓട്ടോ സ്റ്റാൻഡിലെ ഓരോ തൊഴിലാളികൾക്കും. നീലേശ്വരത്തു നിന്നും KB ബൈജു, ന്യൂസ് 18. İnkılap zindabad!